പ്രിയപ്പെട്ട കുട്ടികളെ, +1 എക്കണോമിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് 1950 to 1990, 1950 മുതൽ 90 വരെയുള്ള കാലയളവിലെ ഇന്ത്യൻ ഇക്കോണമിയുടെ അവസ്ഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് എന്തായിരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ, ബ്രിട്ടീഷുകാർ വന്നതിനു ശേഷം എന്ത് മാറ്റമാണ് ഓരോ മേഖലയിലും ഉണ്ടായത്, കാർഷിക മേഖലയിലും വ്യവസായിക മേഖലയിലും ഫോറിൻ ട്രേഡ് വിദേശ വ്യാപാരത്തിലുമെല്ലാം എന്ത് മാറ്റമുണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ 1950 ആയപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡൻ്റ് ഓൺ 15th August 1947. 1947 August 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷം ഇന്ത്യൻ ഇക്കോണമിയുടെ അവസ്ഥ എന്തായി എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉൾപ്പെടുന്ന ലീഡേഴ്സ് ഇന്ത്യൻ ഇക്കോണമിയെ ഈ അധപ്പതനത്തിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ആരംഭിച്ചു. അങ്ങനെ നമ്മൾ ഏത് തരത്തിലുള്ള ഇക്കണോമിക് സിസ്റ്റം ഫോളോ ചെയ്യണമെന്നാണ് ആദ്യം ലീഡേഴ്സ് ചിന്തിച്ചത്. എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള ഇക്കണോമിക് സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് ക്യാപിറ്റലിസം, മറ്റൊന്ന് സോഷ്യലിസം, ആൻഡ് തേർഡ് വൺ ഈസ് മിക്സഡ് ഇക്കോണമി. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് ക്യാപിറ്റലിസം മുതലാളിത്തം, സോഷ്യലിസം മിശ്ര സമ്പദ് വ്യവസ്ഥ. എന്താണ് ക്യാപിറ്റലിസം എന്ന് ചോദിച്ചാൽ, ക്യാപിറ്റലിസത്തിൽ പ്രൈവറ്റ് ഓണർഷിപ്പാണ്, സ്വകാര്യ മേഖലയുടെ ഉടമസ്ഥാവകാശമാണ് ഉണ്ടായിരിക്കുക. വളരെ ചെറിയൊരു റോൾ മാത്രമേ ഗവൺമെൻറ്റിനുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, പ്രൈവറ്റ് ഓണർഷിപ്പായാൽ പ്രൈവറ്റ് സെക്ടറിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും ലാഭം മാത്രമായിരിക്കും, ഒരിക്കലും ജനങ്ങളുടെ ക്ഷേമമായിരിക്കില്ല. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയെക്കുറിച്ച് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മുതലാളിമാരുടെ ക്യാപിറ്റലിസ്റ്റുകളുടെ പ്രോഫിറ്റ് മാത്രമാണ്. ഒരു ഇക്കോണമിയിൽ, എല്ലാ ഇക്കോണമികളിലും ചില പ്രോബ്ലംസ് ഉണ്ട്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്നാണ് നമ്മളതിനെ പറയുക. എല്ലാ ഇക്കോണമികളും ഈ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് ചോദിച്ചാൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം. ഒരു ഇക്കോണമിയിൽ ഒരുപാട് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. നമ്മുടെ ആവശ്യങ്ങളുടെ പ്രത്യേകത, മനുഷ്യരുടെ ആവശ്യങ്ങളുടെ പ്രത്യേകത, ദേ ആർ അൺലിമിറ്റഡ്. ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. നമ്മുടെ ആവശ്യങ്ങൾ ഒരിക്കലും പരിമിതമല്ല, അൺലിമിറ്റഡ് ആണ്, ഒരിക്കലും അവസാനിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക രീതിയിലുള്ള അത്രയും റിസോഴ്സസ് നമുക്ക് ലഭ്യമല്ല. റിസോഴ്സസ് ആർ സ്കേഴ്സ് ഓർ ലിമിറ്റഡ്. വളരെ കുറച്ച് മാത്രമേ നമുക്ക് വിഭവങ്ങളുള്ളൂ. ഇങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ ഏതെല്ലാം സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു ഇക്കോണമിയെ സംബന്ധിച്ച് ഒരു പ്രോബ്ലമാണ്. അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ്. രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദനം നടത്താം. ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ 2 തരത്തിലുണ്ട്. ഒന്നിനെ നമ്മൾ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ എന്നും മറ്റൊന്നിനെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ എന്നും പറയും. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനത്തിന് വേണ്ടി കൂടുതൽ ലേബറേഴ്സിനെ ഉപയോഗിക്കുകയും കുറച്ച് മെഷീനറി ഉപയോഗിക്കുകയുമാണെങ്കിൽ അതിനെയാണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ കുറേ മെഷീനറി ഉപയോഗിക്കുകയും വളരെ കുറച്ച് ലേബറേഴ്സിനെ ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുക. അപ്പോൾ രണ്ടാമത്തെ സെൻട്രൽ പ്രോബ്ലം ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് ചോദിച്ചാൽ വിച്ച് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ വിൽ യൂസ് എന്നാണ്. ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കും, അതാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ലേബർ ഇൻറ്റൻസീവ് വേണോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് വേണോ, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് ഇയറിന് പഠിക്കും. മൂന്നാമത്തെ ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കും. നമുക്കറിയാം, സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. പാവപ്പെട്ടവരുണ്ട്, ധനവാന്മാരുണ്ട്, മിഡിൽ ഇൻകം ഏണേഴ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? ഇങ്ങനെ 3 പ്രോബ്ലംസ് എല്ലാ ഇക്കോണമിയും
ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഈ പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് നമ്മുടെ ലീഡേഴ്സ് നോക്കി. ഒന്നാമത്തെ പ്രോബ്ലമായ വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള പ്രോബ്ലം ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാൽ ഡിമാൻഡും സപ്ലൈയും നോക്കിക്കൊണ്ടാണ്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, ഡിമാൻഡിൻ്റെ ഒക്കെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം മനസ്സിലാക്കേണ്ട ഡിമാൻഡ് എന്ന് പറയുന്നത് ജനങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ തയ്യാറായി വന്ന് അത് വാങ്ങി പോകുമ്പോഴാണ് ഡിമാൻഡ് ആകുന്നത്. ഇങ്ങനെ ഡിമാൻഡുള്ള ഏത് സാധനവും ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഉൽപ്പാദിപ്പിക്കും. ജനങ്ങളുടെ നീഡ് നോക്കിയിട്ടല്ല, ജനങ്ങൾ എന്താണോ വാങ്ങാൻ തയ്യാറായിട്ടുള്ളത് ആ സാധനങ്ങൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ സപ്ലൈ ചെയ്യും, ഉൽപ്പാദിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ലക്ഷ്യം പ്രോഫിറ്റാണ്, ലാഭമാണ്, ഒരിക്കലും ജനങ്ങളുടെ ക്ഷേമമല്ല. അപ്പോൾ ജനങ്ങൾക്ക് ക്ഷേമകരമല്ലാത്തൊരു സാധനം വാങ്ങാൻ അവിടെ ആളുകൾ തയ്യാറാണെങ്കിൽ ആ സാധനം ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ലാഭം മാത്രം നോക്കിക്കൊണ്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് ചോദിച്ചാൽ മാർക്കറ്റിൽ എന്തിനാണോ ഡിമാൻഡ് ഉള്ളത് അത് പ്രൊഡ്യൂസ് ചെയ്ത് സപ്ലൈ ചെയ്യും. ഈ ഡിമാൻഡിനെ സപ്ലൈ നമ്മൾ പറയാം മാർക്കറ്റ് ഫോഴ്സസ് എന്നാണ്. മാർക്കറ്റിലെ രണ്ട് ശക്തികളാണ്. ഈ ശക്തികളാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. അല്ലാതെ ജനങ്ങളുടെ ക്ഷേമമോ ജനങ്ങളുടെ നീഡോ നോക്കിയിട്ടല്ല. ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ള പ്രോബ്ലം, രണ്ടാമത്തെ പ്രോബ്ലം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് ചോദിച്ചാൽ ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം എന്നാണല്ലോ. ഏറ്റവും ലാഭകരമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഏതാണോ അതാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഉപയോഗിക്കുക. ചീപ്പായിട്ട് എങ്ങനെയാണോ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക അതായിരിക്കും ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഉപയോഗിക്കുക. ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്ന് ചോദിച്ചാൽ ആർക്കാണോ വാങ്ങാനുള്ള കഴിവുള്ളത് അവർക്ക് വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് വേണ്ടി ഒന്നും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പർച്ചേസിങ് പവർ ആർക്കാണോ ഉള്ളത്, വാങ്ങാനുള്ള കഴിവ് ആർക്കാണോ ഉള്ളത് അവർക്ക് വേണ്ടിയാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയെ നമ്മൾ നിരീക്ഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഇക്കോണമിയിലെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത് ലാഭം മാത്രം നോക്കിക്കൊണ്ടാണ്. എന്നാൽ സോഷ്യലിസം നോക്കിയപ്പോൾ നമ്മുടെ നേതാക്കന്മാർക്ക് നേരത്തെ തന്നെ ഒരു സോഷ്യലിസ്റ്റ് ബയാസ് ഉണ്ടായിരുന്നു. അവരുടെ കാഴ്ചപ്പാട് ഒരു സോഷ്യലിസ്റ്റ് വ്യൂ ആയിരുന്നു. സോഷ്യലിസത്തിൻ്റെ മറ്റൊരു പേരാണ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. ഗവൺമെൻറ് പ്ലാൻ ചെയ്ത ഒരു ഇക്കോണമി ആയിരിക്കും. ഇവിടെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ഗവൺമെൻറ്. ഇവിടുത്തെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഉടമസ്ഥാവകാശം ഗവൺമെൻറ്റിനാണ്. എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ജനങ്ങളുടെ പർച്ചേസിങ് പവർ, വാങ്ങാനുള്ള കഴിവോ അല്ലെങ്കിൽ ഡിമാൻഡോ നോക്കിയിട്ടല്ല അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് എന്താണോ വേണ്ടത്, നീഡ് എന്താണോ, ആവശ്യമുള്ളത് എന്താണോ അതാണ് ഉൽപ്പാദിപ്പിക്കുക. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും. ആ ഇക്കോണമിക്ക് ആവശ്യമുള്ള ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ലേബർ ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ തൊഴിലാളികളെ ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ ആളുകൾക്ക് തൊഴിൽ കിട്ടും. അങ്ങനെയുള്ള ഉദ്ദേശങ്ങളോടുകൂടി ഗവൺമെൻറ് ജനങ്ങളുടെ ക്ഷേമം മാത്രം നോക്കിക്കൊണ്ടാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ പ്രൊഡക്ഷൻ നടത്തുക. ഇനി മിക്സഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റിക് സിസ്റ്റം, ദാറ്റ് ഈസ് കോ എക്സിസ്റ്റൻസ് ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ. സ്വകാര്യ മേഖലയും ഉണ്ടാവും, പൊതുമേഖലയും ഉണ്ടാവും. ഗവൺമെൻറ് ഉണ്ട്, സ്വകാര്യ മേഖലയുണ്ട്. സ്വകാര്യ മേഖലയ്ക്ക് നല്ല റോളുണ്ട്. എന്നാൽ പ്രൈവറ്റ് സെക്ടർ വുഡ് പ്ലേ ആൻ ആക്റ്റീവ് റോൾ അണ്ടർ റെഗുലേഷൻ ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഒരു നിയന്ത്രണം എപ്പോഴും ഉണ്ടായിരിക്കും. പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഉണ്ട്. എന്നാൽ പ്രൈവറ്റ് സെക്ടറിൻ്റെ റോളുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പബ്ലിക് സെക്ടർ വുഡ് പ്ലേ എ ഡൊമിനൻ്റ് റോൾ. ഒരു പരമാധികാരി എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് വുഡ് അഡോപ്റ്റ് പ്ലാനിങ്. ഗവൺമെൻറ് പ്ലാനിങ് ഒക്കെ നടപ്പിലാക്കും. ഇത്തരത്തിലുള്ള മിക്സഡ് ഇക്കോണമി. അപ്പം നമ്മൾ ഏത് ഇക്കോണമി വേണം എന്ന് നമ്മൾ ചിന്തിച്ചു. നമ്മുടെ ഇക്കോണമിക്ക്, ഇന്ത്യൻ ഇക്കോണമിക്ക് ഏറ്റവും യോജിച്ച മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. സോഷ്യലിസത്തിലെയും ക്യാപിറ്റലിസത്തിലെയും നല്ല വശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്ന സമ്പദ് വ്യവസ്ഥ ഫോളോ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ ഇന്ത്യ ബിക്കെയിം എ മിക്സഡ് ഇക്കോണമി. ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയായി മാറി. അതിനുശേഷം നമുക്കറിയാം ബ്രിട്ടീഷുകാർ വന്നു പോയതിനു ശേഷം ഇന്ത്യൻ ഇക്കോണമി അധപ്പതിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് നമുക്ക്
കയറണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാനിങ്, ആസൂത്രണം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ പ്ലാനിങ് നടപ്പിലാക്കാൻ, ആസൂത്രണം നടപ്പിലാക്കാൻ തീരുമാനിച്ചു. എന്താണ് പ്ലാനിങ്? പ്ലാനിങ് ഈസ് ദ കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് എഫേർട്ട് ഓൺ ദ പാർട്ട് ഓഫ് ഗവൺമെൻറ് ടു അറ്റൈൻ എ ഡെഫിനിറ്റ് ഗോൾ. നമ്മൾക്കെല്ലാം പ്ലാനിങ് ഉണ്ടായിരിക്കും. എക്സാമിനോടടുത്ത് നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കും. ടൈം ടേബിളൊക്കെ റെഡിയാക്കി നമ്മളൊരു പ്ലാനിങ്ങോടുകൂടിയാണ് മുമ്പോട്ട് പോവുക. എന്തിനാണ് നമ്മൾ പ്ലാനിങ് നടത്തുന്നത്? നമുക്കൊരു ഗോളുണ്ട്, ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ ബോധപൂർവം എഫേർട്ട് എടുക്കുകയാണ്, പരിശ്രമിക്കുകയാണ്. ബോധപൂർവം നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുകയും ആ സമയം ഇരുന്ന് പഠിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ ഇക്കോണമിക്ക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇക്കോണമി നേടിയെടുക്കേണ്ട ചില ഗോളുകളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ബോധപൂർവമായ ഒരു പരിശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഇക്കോണമിക്ക് ഡെഫിനിറ്റ് ഗോൾ ഉണ്ടായിരിക്കും, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ആ ലക്ഷ്യം അറ്റൈൻ ചെയ്യാൻ വേണ്ടി, നേടാൻ വേണ്ടി ബോധപൂർവം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള എഫേർട്ടാണ്, പരിശ്രമമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അങ്ങനെ പ്ലാനിങ് നമ്മൾ നടപ്പിലാക്കി. പലതരത്തിലുള്ള പ്ലാനിങ് ഉണ്ട്. നമ്മൾ 1950 1950 പ്ലാനിങ് നടപ്പിലാക്കാൻ പ്ലാനിങ് കമ്മീഷൻ രൂപീകരിച്ചു. പ്ലാനിങ് കമ്മീഷൻ്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്ററാണ്. പ്രധാനമന്ത്രിയാണ് പ്ലാനിങ് കമ്മീഷൻ ചെയർമാൻ. ആദ്യത്തെ പ്ലാനിങ് കമ്മീഷൻ ചെയർമാൻ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അങ്ങനെ നമ്മൾ പ്ലാനിങ് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. 2015 ആയപ്പോഴേക്കും പ്ലാനിങ് മാറി. 2015 ജനുവരി 1 ആയപ്പോഴേക്കും പ്ലാനിങ് മാറി നീതി ആയോഗായി മാറി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നുള്ള രീതിയിൽ പ്ലാനിങ്ങിനെ നീതി ആയോഗ് എന്നുള്ള രൂപത്തിലേക്ക് 2015 ജനുവരി 1 മാറ്റി. ഇനി അങ്ങനെ നമ്മൾ പ്ലാനിങ് കമ്മീഷൻ രൂപീകരിച്ചു, പ്ലാനിങ് ആരംഭിച്ചു. പഞ്ചവത്സര പദ്ധതികളാണ്, 5 വർഷത്തേക്കുള്ള പദ്ധതികളാണ് നമ്മൾ ആരംഭിക്കുന്നത്. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി 1951 തുടങ്ങി 56 അവസാനിച്ചു. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. ഈ വർഷങ്ങളൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കാർഷിക മേഖലയ്ക്കാണ്. കാരണം ബ്രിട്ടീഷുകാർ വന്നു പോയതിന് ശേഷം നമുക്കറിയാം നമുക്ക് ഫുഡ് ഷോർട്ടേജ് ഉണ്ട്, ഭക്ഷ്യക്ഷാമമുണ്ട്. അതുകൊണ്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിച്ചില്ല. നമ്മൾ നോക്കിയത് കാർഷിക മേഖലയെ മാത്രമാണ്. 56 to 61 സെക്കൻഡ് 5 ഇയർ പ്ലാൻ, അവിടെ നമ്മൾ വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്തു. പിന്നീട് 61 മുതൽ 66 വരെ തേർഡ് 5 ഇയർ പ്ലാൻ. 66 മുതൽ 69 വരെ ആനുവൽ പ്ലാനാണ് നടപ്പിലാക്കി. ആനുവൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള പ്ലാനാണ്. ഓരോ വർഷത്തേക്കുള്ള അങ്ങനെ 3 പ്ലാനുകളാണ് 66 to 69 നടപ്പിലാക്കിയത്. പിന്നീട് 69 to 74 ഫോർത്ത് 5 ഇയർ പ്ലാൻ. 74 to 79 ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ. 79 വീണ്ടും ബ്രേക്കായി 79 മുതൽ 80 വരെ ആനുവൽ പ്ലാനും 80 to 85 വരെ 6th 5 ഇയർ പ്ലാൻ. 85 to 90 വരെ 7th 5 ഇയർ പ്ലാൻ. വീണ്ടും 90 to 92 വരെ ആനുവൽ പ്ലാനാണ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇക്കോണമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാന്ദ്യം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ യുദ്ധം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ 5 ഇയർ പ്ലാൻസ് മാറി ആനുവൽ പ്ലാൻസ് ആക്കി മാറ്റുന്നത്. 92 മുതൽ 97 വരെയുള്ളത് 8th 5 ഇയർ പ്ലാൻ. 97 മുതൽ 2000 വരെ 9th 5 ഇയർ പ്ലാൻ. 2002 to 2007 വരെ 10th 5 ഇയർ പ്ലാൻ. 2007 to 12 വരെ 11th 5 ഇയർ പ്ലാൻ. 2012 to 17 വരെ 12th 5 ഇയർ പ്ലാൻ. ഇങ്ങനെയായിരുന്നു നമ്മുടെ പ്ലാനിങ്. അതിന് ശേഷം നമ്മൾ പറഞ്ഞു നീതി ആയോഗാണ്. ഇനി ഇതിൽ നമ്മൾ പറയേണ്ട പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു, നിങ്ങൾക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, ഒരു മാർക്കിനായിട്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. നമ്മൾ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആർക്കിടെക്റ്റ് ഓഫ് പ്ലാനിങ്, ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ആർക്കിടെക്റ്റ്, ശില്പി എന്നറിയപ്പെടുന്നത് PC മഹൽനോബീസ് ആണ്. പ്രശാന്ത് ചന്ദ്ര മഹൽനോബീസ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ആർക്കിടെക്റ്റ്, ശില്പി എന്നറിയപ്പെടുന്നത്. സെക്കൻഡ് 5 ഇയർ പ്ലാൻ പൂർണ്ണമായും PC മഹൽനോബീസിൻ്റെ സംഭാവനയായിരുന്നു. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമായ കാര്യമാണ്, ഹി എസ്റ്റാബ്ലിഷ്ഡ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അദ്ദേഹം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISI ഇൻ കൊൽക്കത്ത. അതുപോലെ തന്നെ ഹി സ്റ്റാർട്ടഡ് എ ജേണൽ സാങ്ഖ്യ. അദ്ദേഹം ഒരു ജേണൽ ആരംഭിച്ചു, സാങ്ഖ്യ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ISI എന്നുള്ളതും സാങ്ഖ്യ എന്നുള്ളതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന 5 ഇയർ പ്ലാൻസിൻ്റെ പൊതുവായ ലക്ഷ്യങ്ങൾ, ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ്.
ഓരോ പ്ലാനിനും ഓരോ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. എന്നാലും മൊത്തത്തിൽ പ്ലാനിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ്. ഒന്നാമത്തെ ഗോളാണ് ഗ്രോത്ത്, വളർച്ച. എന്താണ് വളർച്ച? സാധാരണ നമ്മൾ വളർച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അറിയുന്നത്? അത് തന്നെയാണ് ഗ്രോത്ത്. ഒരു ഇക്കോണമിയുടെ ഗ്രോത്താണ്. ഗ്രോത്ത് റെഫേഴ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് എ കൺട്രി. ഒരു ഇക്കോണമിയിലെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് കൂടണം. സാധനങ്ങളും സേവനങ്ങളും ഒക്കെ വർദ്ധിക്കണം. സാധനങ്ങളും സേവനങ്ങളും വർദ്ധിക്കുമ്പോഴാണ് ആ ഇക്കോണമിയിലെ വരുമാനം വർദ്ധിക്കുക, GDP വർദ്ധിക്കുക. GDP എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ മൊത്തം വരുമാനമാണ്. ഇപ്പോൾ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോണമിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി വർദ്ധിക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ എണ്ണം വർദ്ധിക്കുക, അതാണ് വളർച്ച. വളർച്ചയിലൂടെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലൂടെ GDP വർദ്ധിക്കും. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റാണ് GDP എന്ന് പറഞ്ഞാൽ. എന്താണ് GDP? GDP ഈസ് ദ മണി വാല്യൂ ഓഫ് ആൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് ആൻ ഇയർ. ഒരു വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിൻ്റെ മൂല്യത്തിൻ്റെ തുകയാണ് GDP എന്ന് പറയുന്നത്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോണമിയിൽ എത്ര സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ പണത്തിൻ്റെ മൂല്യം. അതിൻ്റെ പണത്തിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂല്യം എത്രയാണോ അതെല്ലാം കൂടിയും കൂട്ടുക. ഇപ്പോൾ 2 സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് വിചാരിക്കുക, Xഉം Yയും. 100Xഉം 100Y ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു Xൻ്റെ വില 10 രൂപയാണ്. ഇപ്പോൾ 100Xൻ്റെ വില എത്രയായിരിക്കും? 1000 രൂപയാണ്. ഒരു Yയുടെ വിലയും 10 രൂപയാണ്. അപ്പോൾ 100Y വില 1000. അപ്പോൾ 1000ഉം 1000ഉം കൂട്ടിയാൽ 2000 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണ് GDP കാണുക. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. GDP കാണാൻ നമുക്ക് ഒരുപാട് കോടിക്കണക്കിന് സാധനങ്ങളും സേവനങ്ങളും ഇക്കോണമിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എല്ലാം പണത്തിൻ്റെ മൂല്യം കാണുക. അതെല്ലാം കൂടിയും കൂട്ടിയാൽ നമുക്ക് GDP കിട്ടും. ഒരു ഇക്കോണമിയുടെ വളർച്ച കാണിക്കുന്ന ഒരു സൂചികയാണ് GDP. GDP ഈസ് ദ ഇൻഡിക്കേറ്റർ ഓഫ് ഗ്രോത്ത് ഓഫ് എൻ ഇക്കോണമി. ഒരു ഇക്കോണമിയുടെ വളർച്ച കാണിക്കുന്ന സൂചികയാണ് GDP എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്ലാനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രോത്താണ്, വളർച്ച. പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂട്ടുക, ഒരു രാജ്യത്തിൻ്റെ ഉൽപ്പാദന കഴിവ് കൂട്ടുക, അതിലൂടെ GDP വർദ്ധിക്കുക, വരുമാനം വർദ്ധിപ്പിക്കുക. ഇനി ഇതിൽ തന്നെ നമ്മൾ പറയുകയാണ് ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പറയുന്നത് സ്ട്രക്ചറൽ ചേഞ്ച്, ഘടനാപരമായ മാറ്റം. സ്ട്രക്ചറൽ ചേഞ്ച് മീൻസ് ദ ചേഞ്ച് ഇൻ ദ സ്ട്രക്ചറൽ കോമ്പോസിഷൻ. സ്ട്രക്ചറൽ കോമ്പോസിഷനിലെ മാറ്റമാണ് സ്ട്രക്ചറൽ ചേഞ്ച്. എന്താണ് സ്ട്രക്ചറൽ കോമ്പോസിഷൻ? ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ടു GDP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം. നമുക്ക് വരുമാനം കിട്ടുന്നത് 3 മേഖലകളിൽ നിന്നാണ്. പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖല; സെക്കൻഡറി സെക്ടർ, ദ്വിതീയ മേഖല; സർവീസ് സെക്ടർ ഓർ ടേർഷറി സെക്ടർ, തൃതീയ മേഖല, സേവന മേഖല. ഈ 3 മേഖലകളിൽ നിന്നാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. എല്ലാ ഇക്കോണമിക്കും അങ്ങനെ തന്നെയാണ്. ഈ 3 മേഖലകളിൽ നിന്നാണ് വരുമാനം കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം 1950കളിൽ ഇന്ത്യയുടെ സ്ട്രക്ചറൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ GDPയിലേക്ക് ഈ 3 മേഖലകളിൽ നിന്നും കിട്ടുന്ന സംഭാവന ഏകദേശം ഈ രീതിയിലായിരുന്നു. പ്രൈമറി സെക്ടറിൽ നിന്നായിരുന്നു 59% വരുമാനം. സെക്കൻഡറി സെക്ടറിൽ നിന്നായിരുന്നു 13% വരുമാനം. സേവന മേഖലയിൽ നിന്നായിരുന്നു 28% വരുമാനം. ഇതാണ് നമ്മുടെ GDP എന്ന് പറയുന്നത്. ഈ 3 മേഖലകളിൽ നിന്നും കിട്ടുന്നതാണ് നമ്മുടെ മൊത്തം GDP. ഇങ്ങനെ 3 മേഖലകളിൽ നിന്നും GDPയിലേക്കുള്ള സംഭാവനയാണ് നമ്മൾ സ്ട്രക്ചറൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇതിൽ മാറ്റം വരണം. ഇതിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്? ഇതിൽ മാറ്റം വരുമ്പോഴാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഇതിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്? നമ്മൾ പ്രൈമറി സെക്ടറിനെ, കാർഷിക മേഖലയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ വരുമാനം കൂടുതലും. എന്നാൽ നമുക്ക് വളർച്ച ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറിയേ പറ്റൂ. സെക്കൻഡറി സെക്ടറിലേക്ക് നമ്മൾ മാറണം, വ്യാവസായിക മേഖലയിലേക്ക് മാറണം. അങ്ങനെ നമ്മൾ പ്രൈമറി സെക്ടറിനെ ആശ്രയിക്കുന്നത് കുറഞ്ഞ് സെക്കൻഡറിയിലേക്കും സേവന മേഖലയിലേക്കും മാറണം. അതാണ് സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ ഘടനയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവണം.
എന്നാൽ ഇന്നും ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് പ്രൈമറി സെക്ടറിനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വളർച്ചയാണ്. വളർച്ചയുടെ ഭാഗമായി സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാവണം. നമ്മുടെ ഈ സ്ട്രക്ചറിൽ മാറ്റം വേണം. 3 മേഖലയിൽ നിന്നുള്ള സംഭാവന അല്ലെങ്കിൽ 3 മേഖലയെ ആശ്രയിക്കുന്നതിൻ്റെ ആ ഒരു കോമ്പോസിഷൻ മാറണം എന്നാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തത് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം. നമുക്കറിയാം മോഡേണൈസേഷൻ മീൻസ് അഡോപ്ഷൻ ഓഫ് മോഡേൺ ടെക്നോളജി. പുതിയ സാങ്കേതിക വിദ്യകൾ അഡോപ്റ്റ് ചെയ്യുക, നടപ്പിലാക്കുക എന്നുള്ളതാണ് മോഡേണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കുക. നമുക്കറിയാം പണ്ടുണ്ടായിരുന്ന കൃഷിരീതിയും ഇന്നുണ്ട കൃഷിരീതിയും നോക്കിയാൽ ഇന്ന് നമ്മൾ ഒരുപാട് ടെക്നോളജികൾ ഉപയോഗിക്കുന്നുണ്ട്. വ്യവസായത്തിലായാലും സേവന മേഖലയിലായാലും നമ്മൾ പുതിയ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ പുതിയ ടെക്നോളജികൾ കൊണ്ടുവരിക എന്നുള്ളതാണ് മോഡേണൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ചേഞ്ച് ഇൻ ദ ഔട്ട്ലുക്ക് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ മാറ്റം വരുത്തണം. അപ്പോൾ ഇത് മാത്രമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം, മോഡേണൈസേഷൻ മാത്രം. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ വെറും മോഡേൺ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യൽ മാത്രമല്ല, ഒരു സൊസൈറ്റിയുടെ മൊത്തം ഔട്ട്ലുക്കിൽ മാറ്റം വരണം. എന്താണ് ഔട്ട്ലുക്കിൽ മാറ്റം വരണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജെൻഡർ ഈക്വാലിറ്റി, സ്ത്രീ പുരുഷ സമത്വം, ഫ്രീ ഫ്രം സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്, കാസ്റ്റ് സിസ്റ്റം എക്സെട്ര. നമ്മൾ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിതരാവണം. ജാതി വ്യവസ്ഥ, ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നെല്ലാം മാറി ജെൻഡർ ഈക്വാലിറ്റി, സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ നമ്മുടെ സൊസൈറ്റി, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തണം. ഇതാണ് മോഡേണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യമാക്കി ആദ്യം ഗ്രോത്ത് വെച്ചു, രണ്ടാമത്തത് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം. മൂന്നാമത്തതാണ് സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തരാവണം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറയണം. സെൽഫ് റിലയൻസ്, റെഡ്യൂസ് ദ ഡിപ്പെൻഡൻസ് ഓൺ അതർ ഇക്കോണമീസ്, മറ്റുള്ള ഇക്കോണമികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറക്കുമതിക്ക് ബദൽ സംവിധാനം കണ്ടെത്തുക. എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഇക്കോണമിയെ നമ്മൾ എന്തിനാണ് ആശ്രയിക്കുന്നത്? ഇറക്കുമതിക്കാണ്. നമുക്കില്ലാത്ത സാധനങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്, ഇമ്പോർട്ട് ചെയ്യാണ്. അത് നമ്മൾ നിർത്തുക. എന്നിട്ട് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് പകരമുള്ള സാധനം ഇവിടെ ഉൽപ്പാദിപ്പിക്കുക. അതാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട അടുത്ത ലക്ഷ്യം. നെക്സ്റ്റ്, ഈക്വിറ്റി എന്ന് പറഞ്ഞാൽ നീതിയാണ്. ഈക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, വരുമാനവും സമ്പത്തും ഈക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ തുല്യമായി വിതരണം ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇക്കോണമിയിൽ എപ്പോഴും പാവപ്പെട്ടവരും പണക്കാരുണ്ടായിരിക്കും, റിച്ച് ആൻഡ് പുവർ. ഈ ഇനീക്വാലിറ്റി, ഈ അസമത്വം കുറയ്ക്കുക. എന്നിട്ട് നീതിപരമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ, വിതരണം ഇൻകത്തിലും വെൽത്തിലും ഉണ്ടാക്കുക. കുറേ ആളുകൾ റിച്ചാണ്, കുറേ ആളുകൾ പുവറാണ്. ഇവർ തമ്മിലുള്ള അസമത്വം കുറച്ചു കൊണ്ടുവന്ന് എല്ലാവർക്കും നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇക്വിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇക്കോണമിയിൽ പ്ലാനിങ് നടപ്പിലാക്കിയപ്പോൾ പൊതുവായിട്ടുണ്ടായിരുന്ന ഗോളുകളാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ. ഒന്നാമത് ഗ്രോത്ത്, 2 മോഡേണൈസേഷൻ, 3 സെൽഫ് റിലയൻസ്, 4 ഈക്വിറ്റി. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണിത്. ഇത്രയാണ് ഇന്ന് നമ്മൾ പാർട്ട് 1 പറയാൻ ഉദ്ദേശിക്കുന്നത്.